തൃശ്ശൂരിലേക്ക് പോകാം അല്ലെ? തൃശ്ശൂരിലെ വിവരങ്ങൾ നമ്മൾ ഇതുവരെ പരിശോധിച്ചില്ല. നടരാജ് പരശുറാം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, അവിടെ സുരേഷ് ഗോപി അവിടെ വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ തന്നെ അദ്ദേഹം എത്തിയിരിക്കുകയാണ്, പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നു. വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ടല്ല, ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ ഇടത്താണ് വോട്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തായിരുന്നു വോട്ട്. ഇപ്പോൾ ഏതായാലും തൃശ്ശൂരിൽ തന്നെയാണ് വോട്ട്. അദ്ദേഹം വോട്ട് ചെയ്യാൻ നേരത്തെ എത്തിയിരിക്കുന്നു. 6:40 ആകുമ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. നട്രാജ് ഉണ്ട്. നട്രാജ്, ഏത് ബൂത്തിലാണ് സുരേഷ് ഗോപിക്ക് വോട്ട്? എന്താണ് തൃശ്ശൂരിൽ നിന്നുള്ള പൊതുവെയുള്ള വിവരങ്ങൾ? തൃശ്ശൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നമ്മളുണ്ട്. ശ്രീകൃഷ്ണ അല്ല, ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ ജില്ലയിലെ പല ഭാഗങ്ങളിലും വോട്ട് ചെയ്യാനായി എല്ലാ ബൂത്തുകളിലും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആദ്യ വോട്ടർമാരിൽ ഒരാളായി വോട്ട് ചെയ്യാനാണ് സുരേഷ് ഗോപി എത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം പല സ്ഥലങ്ങളിൽ പലപ്പോഴായി വോട്ട് ചെയ്യുന്നത് നേരത്തെയൊക്കെ തന്നെ വിവാദമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് തൻ്റെ വീടിന് സമീപമാണ് വോട്ട് ചെയ്തത്. അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അദ്ദേഹവും കുടുംബവും വോട്ട് ചെയ്തു. പിന്നീട് ഇപ്പോൾ ഇത്തവണ ഗുരുവായൂരിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം പലപ്പോഴായി വോട്ട് ഇത്തരത്തിൽ മാറ്റി ചെയ്യുന്നത് വിമർശനത്തിന് വിധേയമായിരുന്നു. പക്ഷേ ഇത് ചട്ടങ്ങൾക്കുള്ളിൽ നിൽക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയും കേസ് കൊടുക്കേണ്ടവർ കേസ് കൊടുത്തോട്ടെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തൊക്കെ തന്നെ വലിയ വിവാദമായതാണ്. എന്തായാലും ഗുരുവായൂരിലേക്ക് അദ്ദേഹം വോട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഗുരുവായൂരിൽ BJPക്ക് പദ്ധതികളുണ്ട് എന്ന് വരെ പലരും വിലയിരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ജില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75.71% പോളിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ 77.22% പോളിംഗ്. ഇത്തവണ എന്തായിരിക്കും ജില്ലയിലെയും ഈ മണ്ഡലത്തിലെയും പോളിംഗ് ശതമാനം എന്നറിയാൻ ആകാംക്ഷയുണ്ട്. ഗുരുവായൂർ മണ്ഡലം, ഞാനിപ്പോൾ നിൽക്കുന്ന ഗുരുവായൂർ മണ്ഡലം വാർത്തകളിൽ ഇടം നേടിയത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കൊണ്ടുകൂടിയാണ്. നമുക്കറിയാം, ഇവിടെ BJP NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് കാലയളവിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനെതിരെ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുകയും മറ്റും ചെയ്തപ്പോഴും ഫ്ലക്സുകളുടെ രൂപത്തിലും മറ്റും അദ്ദേഹം വീണ്ടും തനിക്ക് പറയാനുള്ളത് പറഞ്ഞതൊക്കെ തന്നെ വിവാദമായിരുന്നു. ഏറെ വിവാദമായ ഗുരുവായൂർ മണ്ഡലത്തിൽ എന്ത് തരത്തിലുള്ള ജനവിധിയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നു. ഇടതുപക്ഷത്തിനു വേണ്ടി സിറ്റിംഗ് MLA NK അക്ബർ തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. UDFന് വേണ്ടി ലീഗിൽ നിന്നും CH റഷീദും മത്സരിക്കുന്നു. എന്തായാലും ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലും വോട്ടിംഗ് അല്പസമയത്തിനകം തുറക്കും. എല്ലാ സ്ഥലത്തും മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ MP കൂടിയായ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നതാണ്. ആദ്യ വോട്ടറായി അദ്ദേഹം അല്പസമയത്തിനകം വോട്ട് ചെയ്യും. മറ്റ് പല വോട്ടർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഞാൻ നിൽക്കുന്ന ഈ സ്കൂളിൽ 4 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ 4 ബൂത്തുകളിലായി പലരും അല്പസമയത്തിനകം വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. വോട്ടിംഗ് സമയം തുടങ്ങാൻ ഇനി അധികം നേരമില്ല. അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കേന്ദ്രമന്ത്രിയോ മറ്റോ അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാനും തയ്യാറല്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ചട്ടവും ഒക്കെ തന്നെ ഉള്ള സ്ഥിതിക്കും ഒരു മന്ത്രി എന്ന നിലയ്ക്കും അദ്ദേഹം ഈ പോളിംഗ് ബൂത്ത് പരിസരത്ത് നിന്ന് പ്രതികരിക്കാനുള്ള സാധ്യത നന്നേ കുറവാണ്. പക്ഷേ നമുക്ക് മുന്നിൽ BJPയുടെ പ്രചാരണ രീതിക്ക് ഉണ്ടായിട്ടുള്ള വലിയ വിമർശനങ്ങളും വാർത്തകളും ഒക്കെ തന്നെയുണ്ട്. പാലക്കാട്ടിലെ പണം കൊടുത്ത വിവാദം നിലനിൽക്കുന്നു. തൃശ്ശൂരിൽ പലയിടങ്ങളിലും കിറ്റ് BJPയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നു. ഈ വിഷയത്തിലൊക്കെ സുരേഷ് ഗോപി എന്ത് പ്രതികരണം നടത്തും എന്നുള്ള കാര്യം നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വോട്ടിംഗ് കേന്ദ്രത്തിനകത്താണുള്ളത്. വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു പ്രതികരണം ഇപ്പോൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. പക്ഷെ വോട്ട് ചെയ്തതിന് ശേഷം നിശ്ചയമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടൽ സംബന്ധിച്ചും വിവാദങ്ങൾ സംബന്ധിച്ചും സ്വാഭാവികമായും മാധ്യമപ്രവർത്തകരുടെ ചോദ്യമുണ്ടാകും. എന്താണ് കേന്ദ്രമന്ത്രി പറയുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഗുരുവായൂർ ശ്രീകൃഷ്ണ ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് നട്രാജ് പങ്കുവച്ചത്. തൃശ്ശൂരിൽ ആകെ 13 മണ്ഡലങ്ങൾ. കഴിഞ്ഞ കുറി ഏറ്റവും വലിയ പോളിംഗ് നടന്നത് കയ്പമംഗലത്ത് 78.8.